മഞ്ഞ പിങ്ക് കാർഡുകൾക്കുള്ള റേഷൻ മസ്റ്ററിങ്ങുമായി ബന്ധപ്പെട്ട ഏറ്റവും സുപ്രധാനമായ വിവരങ്ങളും ഇതോടൊപ്പം മാർച്ച് മാസത്തെ റേഷൻ വിതരണവുമായി ബന്ധപ്പെട്ട അറിയിപ്പും ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പും സർക്കാരിൻ്റെ ഏറ്റവും പുതിയ ആനുകൂല്യങ്ങളുമായി ബന്ധപ്പെട്ട അറിയിപ്പുമാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. ഇത് ഇൻഫോമീഡിയ മലയാളം. മസ്റ്ററിംഗ് നിർത്തിവെച്ചു. സാങ്കേതിക തകരാറുകൾ പരിഹരിക്കുന്നതിന് കൂടുതൽ സമയം വേണ്ടി വരുന്നതിനാലാണ് തീരുമാനം. സാങ്കേതിക തകരാർ പൂർണ്ണമായും പരിഹരിച്ചതിന് ശേഷം മാത്രമാകും ഇനി മസ്റ്ററിംഗ് ആരംഭിക്കുക. റേഷൻ വിതരണം സാധാരണ നിലയിൽ തുടരുമെന്നും മന്ത്രി GR അനിൽ പ്രതികരിച്ചു. ഈ മാസം 15 മുതൽ 17 വരെ 3 ദിവസങ്ങളിലായി മസ്റ്ററിംഗ് നടത്താനായിരുന്നു തീരുമാനിച്ചിരുന്നത്. റേഷൻ വിതരണം നിർത്തിവെച്ച് മസ്റ്ററിംഗ് നടത്തുമെന്നായിരുന്നു പ്രഖ്യാപനം. എന്നാൽ പോസ്റ്റ് മെഷീനിലെ തകരാർ ഇന്നലെ മുതൽ മസ്റ്ററിംഗിന് തടസ്സമായിരുന്നു. ഇന്നലെ 1,76,408 പേരുടെ മസ്റ്ററിംഗ് നടത്തിയെന്നാണ് ഭക്ഷ്യവകുപ്പിന്റെ കണക്ക്. മസ്റ്ററിംഗ് ദിവസം അരി വിതരണം പാടില്ലെന്നാണ് നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നത്. ചില റേഷൻ കട വ്യാപാരികൾ അരി വിതരണം ചെയ്തതാണ് പ്രശ്നങ്ങൾക്ക് കാരണമായതെന്ന് മന്ത്രി GR അനിൽ കുറ്റപ്പെടുത്തിയിരുന്നു. ഇതേസമയം സർവീസ് പെൻഷൻ കുടിശ്ശിക അനുവദിച്ചു. തുകയുടെ 3ാം ഗഡു അനുവദിച്ചിരിക്കുന്നു. 5 ലക്ഷത്തിൽ പരം ജീവനക്കാർക്കാണ് ആനുകൂല്യം ലഭിക്കുക. 628 കോടി രൂപ ഇതിനായി അനുവദിച്ച് ഉത്തരവിറക്കി. വിരമിച്ച ജീവനക്കാർക്കും അധ്യാപകർക്കും 11ാം പെൻഷൻ പരിഷ്കരണ കുടിശ്ശികയാണ് ഇപ്പോൾ അനുവദിച്ചിട്ടുള്ളത്. അതേസമയം കഴിഞ്ഞ ദിവസം സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ 2 ഗഡു കൂടി വിഷുവിന് മുമ്പ് വിതരണം ചെയ്യാൻ തീരുമാനിച്ചു. 3200 രൂപ വീതമാണ് ലഭിക്കുക. നിലവിൽ 1 ഗഡു തുക വിതരണത്തിലാണ്. വിഷു, ഈസ്റ്റർ, റംസാൻ കാലത്ത് 4800 രൂപ വീതമാണ് ഓരോരുത്തരുടെയും കൈകളിലെത്തുക. പതിവ് പോലെ ബാങ്ക് അക്കൗണ്ട് നമ്പർ നൽകിയിട്ടുള്ളവർക്ക് അക്കൗണ്ടിലൂടെയും മറ്റുള്ളവർക്ക് സഹകരണ സംഘങ്ങളിലൂടെയും നേരിട്ട് വീട്ടിൽ പെൻഷൻ എത്തിക്കും. 62 ലക്ഷം ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളിൽ മസ്റ്ററിംഗ് നടത്തിയ എല്ലാവർക്കും തുക ലഭിക്കും. ബജറ്റിൽ പ്രഖ്യാപിച്ചതുപോലെ അതാതു മാസം പെൻഷൻ വിതരണത്തിനുള്ള നടപടികൾ ഉറപ്പാക്കിയിട്ടുണ്ടെന്നും ധനമന്ത്രി അറിയിച്ചിട്ടുണ്ട്. പൊതുതെരഞ്ഞെടുപ്പിന്റെ പ്രഖ്യാപനത്തിന് തൊട്ടു മുമ്പായി സർക്കാർ ജീവനക്കാർക്ക് ലീവ് സറണ്ടർ അനുവദിച്ചു. സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ 2024-25 ലീവ് സറണ്ടർ അനുവദിച്ചിട്ടുണ്ട്. ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാർക്കും GPF ഇല്ലാത്തവർക്കും ആനുകൂല്യം പണമായി ലഭിക്കും. മറ്റുള്ളവർക്ക് PF ക്ഷേമ പെൻഷൻ വിതരണ ഇൻസെന്റീവായി 12,88 ലക്ഷം അനുവദിച്ചിട്ടുണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്.